ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഇപ്പോഴും വലിയ ഭക്തജനത്തിരക്കാണ്. പുലർച്ചെ 3-ന് നട തുറന്ന് ആദ്യ 1 മണിക്കൂറിൽ 3831 പേരാണ് 18-ാം പടി ചവിട്ടിയത്. അത് 4 മണി മുതൽ 5 മണി വരെ പുലർച്ചെ 1 മണിക്കൂർ സമയം 3728 പേരും 18-ാം പടി ചവിട്ടി. 5 മണി മുതൽ രാവിലെ 6 മണി വരെ 4090 പേരാണ് മല കയറിയത്. 6 മണി മുതൽ 7 മണി വരെ 4160 പേരും 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിട്ടുണ്ട്. 7 മുതൽ 8 വരെയുള്ള കണക്കുകൾ 3967 പേരാണ് 18-ാം പടി ചവിട്ടി ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നത്. വലിയ നടപ്പന്തലിലും ശ്രീകോവിലിന് സമീപം ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. വലിയ നടപ്പന്തലിലും ശ്രീകോവിലിന് സമീപവും ഒക്കെ വലിയ ക്യൂ തന്നെ അനുഭവപ്പെടുന്നു. ഫ്ലൈ ഓവറിലും ഭക്തർ നിരന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 85,000 പേർ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട്. അന്തിമ കണക്ക് വന്നിട്ടില്ല. സ്പോട്ട് ബുക്കിങ്ങിലൂടെ 20,000 പേർക്കും വെർച്വൽ ക്യൂ ബുക്ക് സംവിധാനം വഴി 70,000 പേർക്കുമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഇന്നലെ, അതായത് വൃശ്ചികം 1-ന് നട തുറന്ന ദിനം 1,00,000-നടുത്ത് തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മല കയറിയത്? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ സുഖമായിട്ട് കയറി. ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇത് 61-ാമത്തെ കൊല്ലം ഞാൻ വന്നത്. 61-ാമത്തെ വർഷമാണ് സന്നിധാനത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം അത് SP അടുത്ത് വന്ന് നിർത്തി വെച്ചു. അതുപോലെ അയ്യപ്പൻ എനിക്ക് വന്ന വധപ്പാസ്. ഈ കൊല്ലം ഞാൻ വെറും വിചാരിച്ചില്ല. പക്ഷേ കാളൊക്കെ എങ്ങനെ അയ്യപ്പൻ കേട്ടി എന്ന്. പമ്പയിൽ കുളിച്ച ശേഷം എനിക്ക് ഒരു അസുഖമില്ല ദേഹത്തിൽ. ഇറ്റ്സ് ഐ വെരി ലൈക്ക് ദ ടു മച്ച് അയ്യപ്പ സ്വാമി. അയ്യപ്പ ഇസ് വെരി ഗ്രേറ്റ്. നമ്മുടെ ഈ ശബരിമല ഓരോ വർഷം കഴിയും തോറും ഇവിടുത്തെ അനുഭവം എങ്ങനെയാണ്? ഇതിപ്പോൾ 61-ാമത്തെ വർഷമാണല്ലോ എത്തുന്നത്. ഓരോ വർഷം കഴിയും തോറും എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ? കുറച്ച് ലേശം ഇമ്പ്രൂവ് ഉണ്ട്, കുറച്ച് ഇമ്പ്രൂവ് ഒക്കെ ഉണ്ട്. അതെ, മുമ്പത്തെ മാതിരി ഒന്നുമില്ല, കുറച്ച് ഇമ്പ്രൂവ് ഒക്കെ ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ മല കയറുന്ന സമയത്ത് വെള്ളം, ലഘുഭക്ഷണം അതൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടായി. സമി, വെള്ളം കിട്ടിയോ? കുട്ടികൾ പറയുന്നത് അവർക്ക് വെള്ളമൊന്നും കിട്ടിയില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. അതെ, ഇല്ല, വെള്ളം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്ക് അവർക്ക് എന്തറിയും. ഞാൻ 61 കൊല്ലം വരുമ്പോൾ എനിക്കറിയില്ല. അന്ന് പോലീസുകാർ തന്നെ നല്ല ഒരു മര്യാദയായിട്ട് സംസാരിക്കും. ഒരു ഇതായിട്ടൊന്നുമില്ല. വെരി ലൈക്ക് ടു മച്ച് ദ പോലീസ്. എവിടെയാണ് വീട്? എവിടെയാണ്? ഐ എം ഫ്രം മദ്രാസ്. മദ്രാസിൽ നിന്നാണ് വരുന്നത്. മദ്രാസിൽ നിന്ന് ഞങ്ങൾ 10 ആൾക്കാർ വന്നു. ബാക്കി അയ്യപ്പന്മാർ വരുന്നുണ്ട്. സോ ഞാൻ അങ്ങനെ ചുറ്റി വന്നതാണ്. ഓക്കെ Swami, 16 hours total hours took for Darshanam Swami. 16 hours. Yeah, I started Pamar Sanadhan today. And in between there is no proper water and maintenance for me. But police were too helpful. They're too helpful. Other than that, whether they are providing online tickets, there should be a maximum count how much people they can, issue the online ticket. And according to that, the police should give the entrance for them. Yeah, there was no problem. ഭക്തർ ചില പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, വൃശ്ചികം 1-ന് നട തുറന്ന് ഇന്നിപ്പോൾ 2-ാമത്തെ ദിവസമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ഇവിടെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ശബരിമലയിൽ ഇക്കുറി നട തുറന്ന് 3-ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ അതിൻ്റെ പരമാവധി ശ്രമം തന്നെ നടത്തുന്നതായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.